ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഒരു റാങ്ക് നേടാനായി എങ്ങനെയാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പലർക്കും സംശയമുള്ള ഒരു മേഖലയാണ്. നമ്മൾ പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ നോട്ട്സ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറാക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോട്ട്സ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പലർക്കും ഇപ്പോഴും അറിയില്ല. നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കേണ്ടത്. നോട്ട്സ് എന്ന് പറയുന്നതിന് മറ്റ് ഉപയോഗങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്കൊരു കണ്ടന്റ് പഠിക്കണമെങ്കിൽ ഒരു സ്പെസിഫിക് മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കാം. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കണമെന്നില്ല. പക്ഷേ റിവിഷന്റെ സമയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നോട്ട്സ് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറാറാണ് പതിവ്. അപ്പോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നോട്ട്സ് തയ്യാറാക്കേണ്ടത് റിവിഷന് വേണ്ടി മാത്രമാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ നോട്ട്സുകളൊക്കെ തയ്യാറാക്കാൻ കഴിയുക, അതിനെന്തെങ്കിലും രീതികളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു യൂണിറ്റോ ഒരു ചാപ്റ്ററോ പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന ആ ടൈമിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോകുന്നതല്ലേ നോട്ട്സ് എന്ന്. അല്ല, നിങ്ങളൊരു കണ്ടന്റ് വായിച്ചു തുടങ്ങുന്നു, ആ സമയത്ത് തന്നെ നിങ്ങൾ പേനയെ വെച്ച് ഇങ്ങനെ എഴുതി പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോട്ട്സിൽ കോപ്പി ചെയ്തു വെക്കും. ഒരു പുസ്തകം എടുത്തിട്ട് നോട്ട്സ് എഴുതി അവസാനം നോക്കുമ്പോൾ അതേ പുസ്തകത്തിന്റെ കോപ്പി തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഒരു പുസ്തകത്തിൽ നിന്നും മറ്റൊരു പുസ്തകം ഉണ്ടാക്കുന്ന ഒരു രീതി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു കണ്ടന്റ് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റോ ഒരു ചാപ്റ്ററോ പഠിച്ചാൽ, അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കുക. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ കണ്ടന്റ് പഠിക്കുകയുമില്ല, അതിന്റെ അതേ വലുപ്പത്തിൽ തന്നെയുള്ള ഒരു നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും. അതല്ല നോട്ട്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കുക. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ മറന്നു പോകുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്രിസ്പ് ആയിട്ട് ഒരു നോട്ട്സ് ആക്കി മാറ്റാൻ സാധിക്കും. സോ അതാണ് ഒന്നാമത്തെ കാര്യം, കണ്ടന്റ് പഠിച്ചതിന് ശേഷം മാത്രം നോട്ട്സ് തയ്യാറാക്കുക. രണ്ട്, പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരു നോട്ട്സ് എഴുതി വന്നിട്ട് അതിനെ വളരെയധികം ഡെക്കറേറ്റ് ചെയ്ത് മാക്സിമം കളേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നോട്ട്സ് തയ്യാറാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ അതിനൊന്നും യാതൊരു ആവശ്യമില്ല, അതെല്ലാം നമ്മുടെ സമയം കളയുന്ന കാര്യങ്ങളാണ്. നോട്ട്സ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകേണ്ട നോട്ട്സ് ആണ്. നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ കൈയക്ഷരം മോശമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാകണം. അതിന് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാം, ഡയഗ്രാംസ് യൂസ് ചെയ്യാം, ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഇസ്. നിങ്ങൾക്ക് സെൻസിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾ തയ്യാറാക്കുന്നത്. അതിന്റെ ഭംഗിക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. തീർച്ചയായിട്ടും ഒരു അടുക്കും ചിട്ടയും വേണം, പക്ഷെ നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാകുന്ന തരത്തിൽ വേണം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്, നിങ്ങൾ നോട്ട്സിനെ ഡെക്കറേറ്റ് ചെയ്ത് വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് ഏതൊരു കണ്ടന്റ് ആണെങ്കിലും അതിൽ കുറച്ച് സ്പേസ് നിങ്ങൾ ഫ്രീ ആയിട്ട്, ബ്ലാങ്ക് ആയിട്ട് വിട്ടേക്കുക. അതിന്റെ കാരണം, ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചു വന്ന് ഒരു പോയിന്റ് കഴിയുമ്പോൾ, നമ്മളിപ്പോ എക്സ്ട്രാ ആയിട്ട് റീഡ് ചെയ്യുന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ, മറ്റൊരു പുസ്തകമോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലോ നിങ്ങൾക്ക് ഒരു പുതിയൊരു പോയിന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ പോയിന്റ്സിന് വേണ്ടി ഒരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലീവ് ചെയ്യുക. പലരും ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്, എല്ലാം ഇങ്ങനെ കറക്റ്റ് ഗ്യാപ്പില്ലാതെ എഴുതി പോയിട്ട് എക്സ്ട്രാ പോയിന്റ് വരുമ്പോൾ അതിന്റെ ഇടയിൽ കൊണ്ടുപോയി തിരികെ കയറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പിന്നീട് ആ നോട്ട്സ് എഴുതിയ ആൾക്ക് പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു എത്ര വലിയ കണ്ടന്റോ ചെറിയ കണ്ടന്റോ ആയിക്കോട്ടെ, അത് നോട്ട്സ് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഏരിയ ബ്ലാങ്ക് ആയിട്ട് വിട്ടേക്കുക, എക്സ്ട്രാ പോയിന്റ്സിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്,
എത്ര വലിയ നോട്ട്സ് ആണെങ്കിലും നിങ്ങൾ അതിനെ, അല്ലെങ്കിൽ എത്ര വലിയ കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾ അതിനെ നോട്ട്സ് ആക്കി മാറ്റുമ്പോൾ ബുള്ളറ്റ് പോയിന്റ് ആക്കി മാത്രം നിങ്ങൾ എഴുതുക. പാരഗ്രാഫ് ആയിട്ട് വീണ്ടും എഴുതി അതിനെ വലിപ്പം കൂട്ടരുത്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ക്രിസ്പ് ആൻഡ് ഷോർട്ട്. റിവിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിൽ വെക്കുക. ബുള്ളറ്റ് പോയിന്റ് ഇട്ട് മാത്രം എഴുതിയാൽ മതി. പാരഗ്രാഫിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ നോട്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോ നമ്മുടെ ആ നോട്ട്സ് എഴുതി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് വേണം നമ്മൾ നോട്ട്സ് എഴുതാൻ. മാക്സിമം ചെറുതാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ നോട്ട്സ് പ്രിപ്പറേഷന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ കാര്യം എന്താണ്? കുട്ടികളെ, അഞ്ചാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അവസാനമൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുണ്ടാവുമല്ലോ. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ വായിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് പരീക്ഷയുടെ ആ സമയം അടുത്തടുത്ത് വരുന്ന ആ ഒരു ഡ്യൂറേഷനിലാണ്. നിങ്ങൾക്കൊരു കണ്ടന്റ് പഠിക്കാനായിട്ട് നിങ്ങൾ ഇതേ നോട്ട്സ് ഉപയോഗിക്കരുത്. കണ്ടന്റ് പഠിക്കാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്രിസ്പ് ഫോർമാറ്റ് മാത്രമാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നിങ്ങൾക്ക് ഒരു കാര്യത്തെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ കഴിയില്ല. ആ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചതിന് ശേഷം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് നമ്മൾ എഴുതുന്നത്. ക്ലിയർ? അപ്പോ ഇത് ഈ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് നിങ്ങൾ തുടക്ക സമയങ്ങളിലല്ല വായിക്കേണ്ടത്, മറിച്ച് ആ എക്സാമിന്റെ അടുത്തടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് തയ്യാറാക്കുന്നത്. നിങ്ങൾ തുടക്ക സമയങ്ങളിൽ നിങ്ങൾ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കുകളാണ് അല്ലെങ്കിൽ ആക്ച്വൽ കണ്ടന്റുകളാണ് നിങ്ങൾ വായിക്കേണ്ടത്. അപ്പൊ കുട്ടികളെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ. നമ്മൾ നോട്ട്സ് ഒന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നതൊന്നും വാസ്തവത്തിലെ യഥാർത്ഥ രീതി അല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നോട്ട്സ് എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അത്രയും ഷോർട്ട്, ക്രിസ്പ്, ടു ദ പോയിന്റ് ആയിട്ട് വേണം നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്കിൽ വലിയ മാറ്റമുണ്ടാകും എന്നെനിക്ക് ഉറപ്പു തരാൻ കഴിയും. അപ്പോ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.